ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുന്നതാണ് ഏഷ്യനെറ്റ് ഭാഗത്ത് നിന്ന്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആദില മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്താകുന്നു. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ആദ്യം ഹൗസ് മേറ്റ്സിനെ എല്ലാവരും ബിഗ് ബോസ് തന്നെ വിളിക്കുന്നു. ബിഗ് ബോസ് എല്ലാവരുടെയും ഒരു പേര് പറയാൻ പറയുന്നു. അതായത് ഈ മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്താക്കേണ്ടത് ആരെയാണെന്ന് ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നു. ഓരോരുത്തരായി വന്നെന്ന് അവർക്ക് ആരെയാണോ മിഡ് വീക്ക് വഴി പുറത്താക്കേണ്ടത് അവരുടെ പേര് പറയണം. ആ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അവര് പുറത്താകും. ഇതാണ് ബിഗ് ബോസ് സഡൻലി അനൗൺസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദിലയുടെ പേരാണ്. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആദിലയോട് മുൻവാതിൽ തുറന്ന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ആദില എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരണം. ഇതാണ് നമ്മൾ പ്രമോ വഴി കണ്ടേക്കുന്നത്. അങ്ങനെ അവിടെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീൻ നടക്കുന്നു. സ്വാഭാവികമായിട്ടും ആദില നൂറയുടെ റിലേഷൻഷിപ്പ് അറിയാമല്ലോ. നൂറയും അതിൽ നന്നായിട്ട് കരയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുവിനും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അറിയാം. സോ അനു അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇതിനിടയിൽ ഷാനവാസാണ് ഒട്ടും, അതായത് അറിയാലോ ആദിലായിട്ട് ഇപ്പൊ ഷാനവാസിന് വളരെ വേദനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ട് ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ തുടർന്ന് ആദിലയുമായിട്ട് ഷാനവാസ് ഇപ്പം അകന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസാണ് ആദ്യം തന്നെ ആദിലയുടെ പേരെടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൈ കൊടുക്കാൻ ചെല്ലുന്നു. ഒരു കാരണവശാലും ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഷാനവാസിന് അത്രത്തോളം ദേഷ്യമുണ്ട്. ഇന്നലെ നിങ്ങൾ തന്നെ കേട്ടതാണ്, ഷാനവാസിനെ വിളിച്ചത് വാഴയെന്നാണ് വിളിച്ചത്. എന്നിട്ട് അയാൾ ഹിറ്റ്ലർ ചമ്മൽ നടക്കുകയാണ്. ഇത്രയും കാലം അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ പെങ്ങന്മാരായിട്ട് നടന്ന് അവർക്ക് എന്ത് പ്രശ്നവും വരുമ്പോഴത്തേക്ക് കൂടെ നിന്ന ആ ഷാനവാസിനെയാണ് ഈ പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഷാനവാസ് ചെയ്തത് വളരെ നന്നായിട്ടെന്ന് തോന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ മെയിൻ വാതിൽ തുറന്ന് അതിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് പ്രൊമോയിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ് സംഭവം നടക്കുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതിൽ പുറത്താകുമെന്ന് എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല. കാരണം 75 ദിവസം എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ നടത്താൻ സാധ്യതയില്ല. കാരണം നാളെ ഓൾറെഡി ഒരു എലിമിനേഷൻ, നാളെ മറ്റന്നാളോ എലിമിനേഷൻ നടക്കേണ്ട ഒരു ദിവസമാണ്. ഇന്ന് ലാലേട്ടൻ വരയുടെ ഷൂട്ട് നടക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഒരു എവിക്ഷൻ, അതും വെള്ളിയാഴ്ച ദിവസം കൊണ്ടുവന്ന എപ്പിസോഡിൽ, ഇപ്പം ചൊവ്വേ ബുധനൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇതിനു മുമ്പ് നമ്മൾ ഒരു സീസണിൽ കണ്ടിട്ടുള്ളതാണ്, അഖിൽ മാരാറിന്റെ സീസണിൽ നമ്മുടെ ശോഭ വിശ്വനാഥിനെ ഇതുപോലെ കളിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി, അതായത് ആദിലെ കുറച്ചും കൂടി, അല്ലെങ്കിൽ ഇവരുദ്ദേശിച്ച മിക്കവാറും അനുവിനെ ആയിരിക്കും ഇവരുദ്ദേശിച്ചത്, അതായത് ബിഗ് ബോസ് ടീം ഉദ്ദേശിച്ചത്. പക്ഷെ ആദിലയാണ് കൊത്തു വീണത്. സത്യം പറഞ്ഞ ആദിലാണ്. സോ ആദിലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രകടനം എന്തായാലും തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ആയിട്ട് ഏഷ്യനെറ്റ് കിട്ടും. ഒരു പക്ഷേ ഇന്ന് തന്നെ ആദില വീട്ടിലേക്ക് കയറ്റാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കയറ്റി വിടായിരിക്കാം. അതിനും പോസിബിലിറ്റി കുറവാണ്. ഇപ്പൊ തന്നെ അത് ചിലപ്പം ഡോർ എത്തുമ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. അതിനെ തുടർന്ന് എന്തായാലും അവിടെ ആദില വലിയൊരു ബോംബ് പൊട്ടിക്കും എന്നുള്ളതും അത് വലിയൊരു കണ്ടന്റ് ആയിട്ട് ഏഷ്യനെറ്റ് കിട്ടും എന്നുള്ളതും 100% ഉറപ്പാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് വേറൊരു തമാശയും കൂടെ നടത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നെവിനും അക്ബറുമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ആൾക്കാർ ആരായിരുന്നു? അനീഷും അനു. അവർ രണ്ടുപേരും ജയിലിലും. ഏറ്റവും കുറവ് കിട്ടേണ്ടിയിരുന്ന ആൾക്കാർ രണ്ടുപേരും ഇപ്പൊ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരുകയും ചെയ്തിരുന്നത്. എന്തായാലും നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.